ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴനിമലയിലേക്കാണ്. നമ്മുടെ ഉക്രുവിനെ ഒട്ടടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പം അവനവിടൊട്ടും സഹകരിക്കില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അതെങ്ങനെ ഇരുന്ന് കൊടുത്തു കൂട്ടാം. അങ്ങനെ പ്രശ്നക്കാരനൊന്നും ആയിരുന്നില്ല. സാധാരണ കുട്ടികളെ പോലെയൊന്നും ഭയങ്കര കരച്ചിലോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ എന്തിട്ട് സംഭവിക്കണമെന്ന് പോലും ആൾക്ക് വലിയ പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ആദ്യം കന്തപ്പെട്ട പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര അനുസരണയൊക്കെ ആയിട്ട്. പഠിക്കുന്ന ആളുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇങ്ങനെ ഈ ഒരു മുടിവെട്ടുകാർ തന്നെ നമ്മളെ പലതരത്തിലിങ്ങനെ പല റേറ്റും പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കാനൊക്കെ ഇടയുള്ള സ്ഥലമാണ്. അപ്പം ഞങ്ങളിതേ മുട്ടയൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ഒക്കത്തൊക്കെ കയറി ഇരിപ്പായി. അങ്ങനെ ഇതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അങ്ങനെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നമ്മൾ ഒരു റൂമൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ ട്രെയിനൊക്കെ നല്ല കറക്റ്റ് ടൈം ആയ കാരണം നമുക്കത് വേണ്ടി വന്നില്ല. നേരെ വന്നിട്ട് നമ്മൾ ഉക്രൂൻ്റെ മുട്ടയൊക്കെ അടിച്ച് ചന്ദനമൊക്കെ പുരട്ടിയിട്ട് നമ്മൾ നേരെ കയറുക ചെയ്തത്. അങ്ങനെ ഇതാണ് അമ്പലത്തിൻ്റെ മുന്നിലേക്ക് പോകുന്ന വഴി. അങ്ങനെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു കുട്ടികളൊക്കെ ഉള്ള കാരണം നമുക്കത് അവിടെ ഒരു ട്രെയിൻ പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് പോകാമെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നീട് തോന്നി ഈ കൊച്ചിനെയൊക്കെ എടുത്ത് ഇങ്ങനെ കയറാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നീട് ഞങ്ങൾ നടന്ന് കയറാൻ തന്നെയാണ് വിചാരിച്ചത്. അപ്പോൾ അതേ അവിടെ കുതിരവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. കുറേ മുല്ലപ്പൂ കച്ചവടക്കാരും പിന്നെ കുറേ വഴിപാടിനുള്ള ഐറ്റംസും ഒക്കെ ആയിട്ടൊക്കെ നല്ലൊരു തിരക്ക് പിടിച്ചൊരു വഴിയാണ് അമ്പലത്തിൻ്റെ മുൻപിലെ ഭാഗങ്ങളൊക്കെ. അങ്ങനെ അത് ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം. അവിടേക്ക് കടക്കാനുള്ള വഴിയാണത്. അപ്പോൾ നമ്മളത് അത് കൂടെ പോവുകയാണ്. ഈ സ്റ്റെപ്പ് 1001 പടി അങ്ങാണ്ട് ഉണ്ടെന്നാണല്ലോ. എനിക്ക് ഈ പടികൾ മൊത്തം കയറാനുള്ള ആവത് എനിക്കില്ല. അപ്പം ഞാൻ ഇതിക്ക് മുമ്പ് പോയപ്പോൾ ഇതുപോലെ കയറിയതിന് ശേഷം ഞാൻ പിന്നീട് തീരുമാനിച്ചൊരു കാര്യമാണ് ഇനി ഞാൻ പടി കയറില്ല എന്നുള്ളത്. കാരണം എനിക്ക് കാലിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കയറിയതിന് ശേഷം. അതിനുശേഷം ഞാൻ സൈഡ് ഭാഗത്തായിട്ട് സ്ലോപ്പ് പോലത്തെ വഴികളുണ്ടല്ലോ, അതായത് സ്റ്റെപ്പൊന്നും കയറണ്ടാത്തത്. അപ്പം ഞാനധികം ഫോക്കസ് ചെയ്ത് അതിൽ കൂടെ പോകാനായിരുന്നു. അപ്പം നമ്മളിതേ ഉക്രൂനെ എടുത്തിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പം അവനെൻ്റെ ഒക്കത്തുണ്ട്. ഉള്ളിലൊക്കെ ഇങ്ങനെ ദൈവങ്ങളെയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പടിയൊക്കെ കയറിയിട്ട് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് അങ്ങനെ നമുക്ക് സ്ലോപ്പ് വഴി കുറച്ചിങ്ങനെ പടി കയറാൻ വേണ്ടി നമ്മളിങ്ങനെ കാലിങ്ങനെ പൊക്കി ഇങ്ങനെ വെക്കില്ലേ. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ സ്ലോപ്പ് വഴി, അതായത് അധികം പടികളൊന്നും ഇല്ലാത്ത വഴി കൂടെ പോകാമെന്നാണ് പിന്നീട് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ വഴി കൂടെ പോകാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയിൽ കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ. ഇത് മേലെ നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് പഴനിയിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ. കുട്ടനോട് ഞാൻ ചോദിച്ചു നിൻ്റെ മുടി എന്തിടാന്ന് വെച്ചപ്പോൾ അവൻ തല തപ്പി നോക്കുകയാണ്. അറിയില്ല മുടി പോയ കാര്യം. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. നല്ല വെയിലുണ്ടായിരുന്നു, കാലൊക്കെ ചുട്ടി പൊള്ളണ പോലെയായിരുന്നു. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കയറി നിൽക്കണമെന്നായിരുന്നു. അവിടെ നമ്മൾക്ക് ഇങ്ങനെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു ചവിട്ടി പോലെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതും കൂടി കൂട്ടിയിട്ട് ഞാൻ പഴനിക്ക് പോകുന്നത് ഒരു 3ാമത്തെ വട്ടമാണ് ഞാൻ പഴനിക്ക് പോകുന്നത്. അപ്പൊക്കെ ഞാൻ പോയത് ട്രാവലറിനൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ പോയത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പം ട്രെയിന് പോകാനാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ അവിടെ അടുത്താണ്. പിന്നെ നമുക്ക് വരാനും പോകാനും അതിരാവിലെയൊക്കെ പുറപ്പെട്ട കറക്റ്റ് ടൈമിന് നമുക്ക് അവിടെ എത്താൻ പറ്റും. ഉള്ളിൽ നല്ല തിരക്കുണ്ടായെങ്കിലും നമുക്ക് അത്യാവശ്യം നേരത്തെ തന്നെ തൊഴാനൊക്കെ പറ്റി. വേഗം തിരക്ക് ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വേഗം പ്രാർത്ഥിച്ചൊക്കെ പുറത്തിറങ്ങി. ദണ്ഡായുധ പാണി ലുക്കിലാണ് ഞാൻ ഇതുവരെയും മുരുകനെ കണ്ടിട്ടുള്ളത്. ഇപ്രാവശ്യം
ഭിക്ഷ യാചിക്കുന്ന ഒരു ലുക്കിലായിരുന്നു, കാവ്യ വസ്ത്രം എടുത്തിട്ടുള്ളൊരു ലുക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഒരു കുരങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് കുരങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്യൂട്ടാണല്ലോ കുരങ്ങനെ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നമ്മളിങ്ങനെ പുറത്തോട്ടിങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ അഴികളിലൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ കുറേ നടന്നൊക്കെയാണ് നമ്മൾ പുറത്തെത്തണത്. കുറച്ച് ഉപദേവതകളൊക്കെ ഇരിപ്പുണ്ട്. ഇറങ്ങണ വഴിയിലായിട്ട് ഉപദേവതകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് താഴെ ഇറങ്ങിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് ഞങ്ങൾ കുതിരവണ്ടിക്കാണ് പോയത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പഴനിമലയ്ക്ക് അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കുതിരവണ്ടി കയറണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെയാക്കി. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.